ഗജരാജ ക്ഷത്രിയൻ നൂലാട്ടുമ്മൽ ഗണപതി. അതെ, എന്നെ അടുത്തറിയാവുന്നവർക്കറിയാലോ, ഞാൻ ഒരു ചെറിയൊരു ആനപ്രേമി തന്നെയാണ്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു ആനപ്രേമിയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഹിറ്റായിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷോർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആന റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനകളെ കാണാനും ഓരോ പ്രസിദ്ധമായിട്ടുള്ള ആനകളൊക്കെ പോയി കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നൂലാട്ടുമ്മൽ ഗണപതി വരികയാണ്. അപ്പോൾ നമ്മളൊന്ന് പോയി കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ആനപ്രേമിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് കണയം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് പൂരമാണ്. കണയം ശ്രീ കുറുമ്പക്കാവിലെ പൂരമാണ്. അപ്പോൾ നമ്മുടെ വാടനാംകുറിശ്ശിയിൽ നിന്ന് ഒരു വേല പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊട്ടും പാട്ടും മേളമൊക്കെ ആയിട്ട് ആന ആ ഒരു 3 കിലോമീറ്റർ അങ്ങനെ പോവും. പറ്റിയാൽ നമുക്കിന്ന് ഒരു വൈകുന്നേരം അമ്പലത്തിലൊന്ന് പോവാം. എനിക്ക് ഉറപ്പില്ല, വർക്കിൻ്റെ ഇതൊക്കെ പോലെ ചെയ്യാം. സോ എന്തായാലും ആന എഴുന്നള്ളിപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അമ്പലത്തിൽ നിന്ന്. അപ്പോൾ കുട്ടാപ്പിയെ നമുക്ക് പോയാലോ? നേരെ അമ്പലത്തിലേക്ക്, ചെമ്മഞ്ചേരി അമ്പലത്തിലേക്ക് പോവാം. ഞാൻ ഓടിപ്പിടിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും ആന പോയിരുന്നു. ആനയും മേളമൊക്കെ പോയി. ആനയുടെ ലോറി മാത്രമേ കിടപ്പുള്ളൂ. ഇതാ കിടക്കുന്നു ആനയുടെ ലോറി. കുഴപ്പമില്ല, നമുക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് പിടിക്കാം. ഇവിടുന്ന് വേറൊരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയാൽ ആനയ്ക്ക് മുന്നേ നമുക്ക് അവിടെ എത്താം. അപ്പോൾ ഒന്ന് പോയി നോക്കാം അല്ലേ? നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പിടിക്കാം. എന്തല്ല അവൻ്റെ ഒരു തലയെടുപ്പും ആ കൊമ്പും ഒക്കെ, ഗജരാജ ക്ഷത്രിയൻ തന്നെ. ഈ റോഡ് റോളറും ആനയും ഒരേ ഫ്രെയിമിൽ കാണുമ്പോഴേ നമ്മുടെ ലാലേട്ടൻ്റെ പഴയ വെള്ളാനകളുടെ നാട്ടിലെ ഒരു ഐക്കോണിക് സീനാണ് ഓർമ്മ വരുന്നത്. ലാലേട്ടനും കുതിരവട്ടം പപ്പുച്ചേട്ടനും കൂടിയും അവിസ്മരണീയമാക്കിയ സീന്. അപ്പോൾ അങ്ങനെ ആന കണയത്തേക്ക് പോവുകയാണ്. ഒരു 3 കിലോമീറ്റർ നടക്കണം. ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. അങ്ങനെ നമ്മളങ്ങനെ കുറച്ച് ലേറ്റായെങ്കിലും ഭാഗ്യമുണ്ട്, കുട്ടാപ്പിയെ കൂട്ടി പോയതുകൊണ്ട് ആനയെ കാണാൻ പറ്റി. നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് മിസ്ഡ് ഇറ്റ്. സോ നമുക്ക് ഇനിയിപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് വർക്കിലേക്ക് കയറാം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല റവ ഉപ്പുമാവാണ്. സാൾട്ട് മാംഗോ ട്രീ, അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കാം. ഇന്നിപ്പോൾ ഈ ഉത്സവം നടക്കുന്ന കണയം ശ്രീ കുറുമ്പക്കാവിൽ കഴിഞ്ഞ 21 ദിവസമായിട്ട് രാത്രി തോൽപ്പാവക്കൂത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം രാത്രി ഞങ്ങൾ പോയപ്പോൾ എടുത്ത വിഷ്വൽസാണിത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ മാറി കവളപ്പാറയിൽ തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു കേരള പെപ്പട്രി ഹൗസ് എന്ന് പറയുന്ന ഒരു സംഘം തന്നെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. യെസ്, ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു. സൗണ്ട് എന്താണെന്നറിയില്ല, അടഞ്ഞു ചെറുതായിട്ട്. ആ കാര്യത്തിൽ അത്ര ഹാപ്പി അല്ല. പക്ഷേ ബട്ട് ടുഡേ വാസ് വെരി സക്സസ്ഫുൾ ഡേ ബിക്കോസ് നമ്മൾ IT റിക്രൂട്ട്മെൻറ്റിൽ ഒരു ക്ലോഷർ, ദാറ്റ് മീൻസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ഒരു ക്ലൈൻറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. എനിക്ക് വന്ന് എൻ്റെ ലാസ്റ്റ് ക്ലോഷർ കിട്ടിയത് നവംബറിലേറ്റേ തോന്നുന്നുണ്ട്, 2025. സോ നൗ ഇറ്റ്സ് ഫെബ്രുവരി. So I was going through a tough period, but I'm happy that today എൻ്റെ ഒരു ഫേവറേറ്റ് ഡിമാൻഡാണ് റൂബി ഓൺ റീൽസ് IT ഡിമാൻഡ്. അതിനകത്തൊരു കാൻഡിഡേറ്റ് ഹൈദരാബാദിൽ ജോയിൻ ചെയ്തു. ചിലർക്ക് തോന്നാം എന്താ ഇപ്പോൾ ഇത്ര വലിയ കാര്യം തന്നെ നിൻ്റെ വർക്ക് ഇതിൽ നീ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ ഇറ്റ്സ് റിയലി ടഫ്. സംബഡി ഹൂസ് വർക്കിംഗ് ഇൻ IT റിക്രൂട്ട്മെൻറ്റ് വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് മൈ ജോയ്. സോ ആ ഒരു ഹാപ്പി നോട്ടിൽ നമുക്ക് പൂരം കാണാൻ പോകാം. രാവിലെ ആനയെ കണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു പൂരം ശ്രീ കുറുമ്പക്കാവിലെ പൂരം കാണാൻ പോകാം. ഇത് ഞാനെടുത്ത വീഡിയോ അല്ല, എന്നാലും ഇതിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി. ഏതാണ്ട് ഒരു 3 മണിക്കൊക്കെ ശേഷം പൂരം പുറപ്പെടും. ആനയും മേളവും കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഉത്സവം പാട്ട് കണ്ടത്തിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ പൂരം നടക്കുന്ന സ്ഥലത്തിന് ഒരു 1/2 കിലോമീറ്റർ അടുത്ത്, 1/2 കിലോമീറ്റർ അല്ല, ഒരു 300 മീറ്റർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി നിർത്തി. പോലീസ് വണ്ടിയും കിടപ്പുണ്ട്, നമ്മുടെ കാറും കിടപ്പുണ്ട്, അതുപോലെ ലോറി, ആനയുടെ ലോറിയും കിടപ്പുണ്ട്. ഇപ്പോൾ ഞാൻ മൊത്തത്തിലൊരു 5 ആനയുടെ ലോറി കണ്ടിരുന്നു. അപ്പോൾ 5 ആന ഉണ്ടെന്ന് ഉറപ്പാണ്. അതിന് മേലെ എത്ര ഉണ്ടെങ്കിലും ബോണസ്, ഇത്രയേ ഉള്ളൂ. പൂരം ദിവസം വൈകുന്നേരം ക്ഷേത്രത്തിൽ പോയി തൊഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പൊതുവെ. പക്ഷേ ഇന്ന് നന്നായിട്ട് തൊഴാൻ പറ്റി, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം പൂരപ്പറമ്പിലെ പൊടിയൊക്കെ കൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്.
ആനകളൊന്നും തന്നെ എത്തിയിട്ടില്ല. നമ്മൾ രാവിലെ കണ്ട ഗണപതിക്ക് പുറമെ 6 ആനകൾ, ഇപ്പം മൊത്തം 7 ആനകളുണ്ട് ഇവിടുത്തെ പൂരത്തിന്. അങ്ങനെ ആന എഴുന്നള്ളിപ്പ് 7 ആന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറൊരു അമ്പലമുണ്ട് നാളെ ഉത്സവമുള്ളത്. പക്ഷേ നാളെ സ്ഥലത്തില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ അവിടെ ഒന്ന് പോകുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെയാണ്, 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. പൂവല്ലേ, ഇപ്പോൾ പൂരമായതുകൊണ്ട് റോഡ് കാലിയാണ്. ഇങ്ങോട്ട് കുറച്ചപ്പുറത്തേക്കൊക്കെ നല്ല തിരക്കാണ്. എന്തായാലും ഇവിടെ കാലിയാണ്. ഇപ്പം നമ്മുടെ പൂരം ഫെബ്രുവരി 22 അല്ലേ? അത് പിന്നെ നമ്മൾ അതെ. അത് പിന്നെ നമ്മളെല്ലാ വർഷവും വ്ളോഗ് എടുക്കാറുള്ള പതിവാണ്. അതുകൊണ്ട് തവണ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. രവിനെ വിളിച്ചിട്ടുണ്ട്, വരും അറിയില്ല. സംസാരിച്ചു. അപ്പൊ ശരി, അവിടെ എത്തിയിട്ട് കാണാം. വാടനാംകുറിശിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് കുഴിയാനംകുന്നിലാണ് ഈ മൂലേക്കാവ് ഭഗവതി ക്ഷേത്രം. അതിൻ്റെ ഐതിഹ്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വള്ളുവനാടൻ ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പൊതുവെ പൂരം നടക്കുന്നതിന് 1 ആഴ്ച മുന്നോ 2 ആഴ്ച മുന്നോ ആയിട്ട് പൂരം കുറിക്കും. അപ്പോഴാണ് ആ കൊടി നാട്ടുകാങ്ങൾ. എല്ലാ വർഷവും കുംഭം 1-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം അഥവാ താലപ്പൊലി. ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് പകൽ വെളിച്ചത്തിൽ ഒരു ദിവസം നമുക്ക് ഇവിടെ വരാം. എന്നിട്ട് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ ഒരു വ്ളോഗ് എടുക്കാം, ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. നാളെ ഏതാണ്ട് ഈ സമയത്ത് ഇവിടെയൊക്കെ ആയിരിക്കും ആനകളൊക്കെ നിൽക്കുക. ആനകളും ആളുകളൊക്കെ ആയിട്ട് ഇത്രയും തിരക്കായിരിക്കും. നമ്മുടെ കാറ് നിർത്തിയിട്ട് അവിടുത്തെ ആന നിൽക്കണതാണ്. ഇന്നെന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലാണ്ട്. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ബാക്കിലെ ഫ്രെയിം നോക്കി നോക്കി ഗൈസ്. സൂര്യനെ അസ്തമിക്കുന്നു. നല്ലൊരു സായാഹ്നം. കൊള്ളാല്ലേ? കാളേനെ കൊണ്ടുവന്ന ബ്ലോക്കാ വഴിയിൽ. അങ്ങനെ റോഡിലെ ബ്ലോക്ക് ക്ലിയറായി. അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇണക്കാളകളെയാണ്, മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഇണക്കാളകൾ. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കാഴ്ചകളെല്ലാം ആനന്ദകരമായിരുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വ്ളോഗുമായി കാണാം. അതുവരേക്കും ബൈ ഫ്രം അർജു വ്ളോഗ്സ്.